തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനത് വാങ്ങി തന്നത് മക്കളോട്. മോനെ മോളെ 13 വയസ്സുള്ള എന്റെ മോളെ ഈ മൊബൈലിന്റെ മോക്ക് വേണ്ട. എന്തിനാ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇത്? അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ അവസ്ഥ എന്താ? പണ്ട് ലാൻഡ് ഫോണ് ഒരുത്തിയിൽ വെച്ച ശബ്ദം റിങ് ചെയ്യുന്ന എല്ലാവരും കേൾക്കും. ഇന്ന് എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലാ. ആ മൊബൈല് സൈലന്റ് ഓപ്ഷനിലായിരിക്കും. അപ്പൊ കാണാനല്ലേ. അപ്പോ ഇത് ആരാണോ മൊബൈലിലൂടെ മോള് കാണും. എന്നിട്ട് ഹലോ ഡാഡി പിന്നെ വിളിച്ചു. പണ്ട് അതിന് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇത് സൗകര്യം ചെയ്തു കൊടുക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക. നന്നായോ? നന്നാക്കാൻ കഴിഞ്ഞോ? മഹല്ലിനെ നന്നാക്കിയോ? നന്നാക്കിയോ? ആരാനി നന്നാക്കാൻ വരിക? അലാ ഫൈന ഫിൽ ജസദി മുദഅ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് നിന്റെ ഹൃദയ. നമുക്കറിയാലോ, ഒരു വസ്തു കേട് എന്നാൽ നന്നാക്കാൻ പല വകുപ്പുണ്ട്. സോപ്പിട്ട് ഹർപ്പിക്ക് ഉപയോഗിച്ച് ബാത്റൂമൊക്കെ കേൾക്കുന്നില്ലേ? ഹൃദയം കേടുന്ന എന്നിട്ടാ നന്നാക്കുക. അതിന് അവസരം എവിടെ? വീട്ടിലെവിടെ അവസരം? നിങ്ങൾ ആലോചിക്കുക. 4 മണിക്ക് സ്കൂള് വിട്ട് ആ കുഞ്ഞിങ്ങനെ ഓടി വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ നിസ്കാരപ്പായലാണെങ്കിലോ, ഉമ്മ നല്ല നിസ്കാര കുപ്പായിക്കട്ടെ നിസ്കാരത്തിലാണെങ്കിലോ, ആ കുട്ടിക്ക് ഒരു ബൊമ്മ. എന്റെ ഉമ്മച്ചി നല്ല ഉമ്മച്ചിയാ, ഉമ്മച്ചി നിസ്കരിക്കുക. അങ്ങനെ ഉമ്മച്ചിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. വയ്യില് ചെറിയ കുട്ടി LKG. എന്റെ കുട്ടി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലമ്മ. മോള് പോയിട്ട് ഒന്നെടുത്ത് വാ. നിസ്കരിക്കുമ്പോ ഉമ്മച്ചി ചോറെടുത്ത് വെക്ക. ആ ഒരു ടോൺ ഉണ്ടോ നമ്മുടെ വീട്ടില്? ഉണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്ക്. നേരെ മറിച്ച് ഉമ്മച്ചിയോ ചാനലിന് മുമ്പിലിരുന്ന ഉറക്ക സലാം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ്. കേട്ടിട്ടില്ല തള്ള. മനസ്സിലായോ? സുനാമി ഉണ്ടായി 2004 കോഴിക്കോട് മുഗദാർ കടപ്പുറ ഏരിയ. ജില്ലാ കളക്ടർ പറഞ്ഞു, ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്നവർ 2 കിലോമീറ്റർ മാറി താമസിക്കണം. ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോളിയർ. അങ്ങനെ ഒരു തള്ള, ഒരു മുസ്ലിം സ്ത്രീ ഒരു TV നിലയിൽ വെച്ച് ഇങ്ങനെ പോവുക. നാട്ടുകാരിങ്ങനെ നോക്കിക്കും. എന്നിട്ട് ഈ തള്ള വിളിച്ചറിയാട്ടോ, മോളെ റിമോട്ട് എടുത്തിട്ടില്ല. സുനാമിയല്ല, തീക്കാട്ടടിക്കണം ഈ ജാതി സാധനത്തിന്. ഇതൊന്നും ഭൂമിക്ക് വെച്ചേക്കാൻ പാടില്ല. നാഷണൽ വേസ്റ്റ് ആണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു അവസ്ഥ നോക്കണേ. ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അനിവാര്യത അല്ലേ? പിശാചി ജയിച്ചു കണ്ടില്ലേ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ആമിൻത ആയിഷ മോളെ ഓർത്തോ, ചിന്തിച്ചോ. എന്താ അത്? നിന്റെ കേൾവി. അല്ലാഹു ചോദിക്കുക, എന്താ കേട്ട്? പങ്കജുദാസിന്റെ ഗസൽ എത്ര കേട്ടു? 5000. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ മലപ്പുറത്ത് നടന്നത്? 2010 എന്ത്? എയർഫോൺ ചെവിയിൽ വെച്ച 2 മുസ്ലിം പെൺകുട്ടികള് റെയിൽ ട്രാക്ക് കിടക്കുമ്പോ ഒരു ഉമ്മ വിളിച്ചു പറയാ, മക്കളെ ട്രെയിന് വരുന്നുണ്ട്. ഈ കുന്ത്രാണ്ടൻ ചെവി തിരുവിയിട്ട് കേട്ടില്ല. ചിന്ന ഭിന്നമായി പോയി. ആട്ടിച്ച് തൂഫാനായി കളഞ്ഞു ട്രെയിൻ. പെറുക്കിയെടുക്കാൻ പോലും കിട്ടാത്ത വിധം. ഈ ഉമ്മത്ത് ഏത് ഉമ്മത്ത്? ഏതാ ഈ ഉമ്മത്ത്? പ്രവാചകത്വത്തിന് മുമ്പ് അടിവരട്ടോ, പ്രവാചകത്വത്തിന് മുമ്പ് കല്യാണ വീട്ടിലെ സംഗീതം കേൾക്കാൻ ആഗ്രഹിച്ച് മേച്ചുകൊണ്ടിരുന്ന ആടിനെ ആട്ടിടയന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ ആ കല്യാണ വീട്ടിലെ സംഗീതം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് പോയതിന് അള്ളാഹു പ്രവാചകത്വത്തിന് മുമ്പ് ആ ആഗ്രഹത്തിന് കടിഞ്ഞാണിട്ട് അള്ളാഹു ഉറക്കിക്കിടത്തിയ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ, സംഗീതം കേൾക്കാത്ത, സംഗീതം കാണാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ അരങ്ങ് തകർക്കുകയാണ്. റസൂല് പറയാ തുർമുദി, സഹിഹായ ഹദീസ് തുർമുദിയിലെ, അതായത് ആ വാചകം തന്നെ ഇങ്ങനെ: നർത്തകികൾ പാടി നൃത്തം ചെയ്യുന്ന കാലം അത് വ്യാപകമായാൽ മുത്തുമണികൾ മാലമണികളിൽ മാലമണി പൊട്ടിയിട്ട് ആ മണികൾ ഊർന്നു വീഴുന്ന പോലെ സുനാമി വരുന്നതിനെ അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. സംഗീതം വർദ്ധിക്കുകയും നർത്തകികൾ വർദ്ധിക്കുകയും ചെയ്തത് കണ്ടാൽ ഐഡിയ സ്റ്റാർ സിംഗർ നിലനിൽക്കുന്ന കാലത്തോളം സുനാമിയും ഭൂകമ്പങ്ങളും ലോകത്തെ പിടിച്ചു കുലുക്കും. ഇത് റസൂല് പറഞ്ഞത്. ഇത് റസൂല് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അത് മുഖവിലക്കെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞില്ല. സിനിമയിൽ മുഴുവൻ സംഗീതം. നല്ലൊരു പ്രസംഗം ആ കൂട്ടത്തിൽ ചെയ്യാൻ ആരും ക്ഷമിക്കണം.
ഏത് മനസ്സ് തട്ടുന്ന ഒരു പ്രസംഗത്തിന്റെ കേസറ്റ് ജമാഅത്തെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുടെ കയ്യിലില്ല. സിനിമ കൊടുത്തു 5-8 12 ഒരേതോ ഒരു സലാമ് ഓന്റെ ഗതികേടിനല്ലാതെ കുറെ സിനിമ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി. അത് കാണാൻ ഭയങ്കര അല്ലേ അല്ലേ അതല്ലേ മറ്റൊരു പേർക്ക് നമ്മളെ അതിനെങ്ങനെ ജമാഅത്തുകാരോട് ഞങ്ങൾ കൂട്ടി അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമാണ് ഉള്ളിൽ. ഞങ്ങളുണ്ട് അങ്ങനെ കൂടിയവർ അവർക്ക് സഗീർ. വമിനൻ നാസി മൻ യസ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഞാനുണ്ട്. 31-ാം അധ്യായം 6-ാമത്തെ വചനം. ഈ ആയത്തിൽ ലഹുൽ ഹദീസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സംഗീതമാണ്, വാദ്യോപകരണമാണ്. ഗിറ്റാർ, ഹാർമണി, എല്ലാം വയലിൻ, തബല എല്ലാം ഉൾക്കൊള്ളുന്ന വാദ്യോപകരണങ്ങൾ. അതിന്റെ ലഹരിയിലാണെന്ന് മുസ്ലിം രക്ഷപ്പെടണം. മഹല്ലുകൾ രക്ഷപ്പെടണം. ഒരു മഹല്ലിലെ പള്ളി പ്രസിഡന്റ്, സെക്രട്ടറിയും പള്ളിയിലെ ഖതീബും 300 വീടുകളുള്ള ഒരു മഹല്ലാണിതെങ്കിൽ 300 വീടുകളിലും ഓരോ ദിവസമായി 365 വീടുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് 365 വീടും കയറിയിറങ്ങും. ഒരു വീട്ടിൽ കയറിയിറങ്ങും. TV ഉണ്ടോ, ചാനലുണ്ടോ, ചാനൽ കട്ട് ചെയ്യാം, ഉപേക്ഷിക്കാം. പരലോകത്തിന് വേണ്ടി കൽപ്പനയല്ല, ഉപദേശം. മക്കള് സിനിമ കാണാറുണ്ട്.